താങ്കൾ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ലീഗിലെ ആളുകളെ, സ്വതന്ത്രന്മാരെയൊക്കെ പിടിച്ച് പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് ഇങ്ങോട്ടാണ്. കാരാട്ട് റസാഖ് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അദ്ദേഹത്തിന് തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നി. തങ്ങൾ സ്വാഗതം ചെയ്തു, മെമ്പർഷിപ്പ് കൊടുത്തു. വളരെ സന്തോഷം. വലിയ കഠിനവടികളൊക്കെ അപ്പുറത്താണ് പൊട്ടിയത്. യു ഡി എഫിൽ ചെറു പടക്കങ്ങളൊക്കെ അവിടെയും ഇവിടെയും പൊട്ടിയതല്ലാതെ ഇപ്പോൾ ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമാണ്, ഭൂരിപക്ഷം കിട്ടും എന്നാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് ഇത്ര രാവിലെ ബഹുമാനായ മുനീർ സാഹിബും അതുപോലെ തന്നെ മറ്റ് നേതാക്കളുണ്ട്. നമ്മളെ കാൻഡിഡേറ്റ് കൊടുവള്ളിയിലുണ്ട്. അതുപോലെ തന്നെ കൊടുവള്ളിയിലെ നേതാക്കന്മാർ, മറുമാഷ്, എല്ലാവരും ഒത്തൊരുമിച്ച് ഞങ്ങൾ പോലും റെഡി ആകുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് ഇവിടെ എത്തി, സ്റ്റാർട്ടായി. നല്ല തുടക്കമാണ്. സന്തോഷം. വലിയ ഓളം ഉണ്ടാക്കും. കുന്നമംഗലത്ത് നമുക്ക് കാണാം. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിസ്മയം സംഭവിച്ചല്ലോ. അതിലും വലിയ വിസ്മയമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. എട്ട് നിലയിൽ പൊട്ടും. നോക്കാം നമുക്ക്. ഞാൻ മുൻകൈ എടുത്തിട്ടേ ഇല്ല. കാരണം സത്യം പറയാം, ഇന്ന് രാവിലെ അല്ലേ ഞാൻ കുളിച്ച് റെഡി കാത്തുപോയി. ഞാൻ അവര് തങ്ങളെടുത്ത് വന്നു, സ്വമേധയാ തങ്ങളെടുത്ത് വന്നു. തങ്ങൾ വിളിച്ചപ്പോഴാണ്, തങ്ങളെ നിർത്തിയല്ലേ പറയും, തങ്ങൾ വിളിച്ചപ്പോഴാണ് ഞാൻ റെഡിയായില്ല, നല്ല നിർബന്ധമാണ്, വരേണ്ടതാണ്, തങ്ങൾ പോകാൻ നിൽക്കുകയാണ്, അങ്ങനെ വന്നതാണ്. അവർക്ക് സ്വയം തോന്നിയാ എനിക്കിതിന് യാതൊരു മുൻകൈയും ഇല്ല, അല്ലേ? സത്യമാണ്. മുനീറൊക്കെ ഇവിടെ നിൽക്കുന്ന അവർ വന്നതാ. ഉണ്ടാവാനാണ് സാധ്യത. ഈ ഒഴുക്ക് എങ്ങോട്ടാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു വിസ്മയം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നോക്കാം.